എൻ്റെ കൂടി മണ്ഡലമായ ഹരിപ്പാടിൻ്റെ MLA ആകാൻ വേണ്ടി മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട സന്ദീപ് വചസ്പതിയുടെ ഒരു വാചകം നമുക്ക് കേൾക്കാം. ഇന്നലെ വരെ ഇവിടെ സൗദി അറേബ്യയിൽ എന്തെങ്കിലും നാണം കെട്ട സംഭവം നടന്നാൽ, ഇറാനിൽ സംഭവം നടന്നാൽ മലയാളിക്ക് പ്രതികരിച്ചുകൂടാ. അത് അന്നം തരുന്ന നാടാണ്. ഇവരുടെ പറച്ചിലൂടെ സൗജന്യമായിട്ട് മലയാളിയോട് എല്ലുമുറിയെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നതാണ്. ഒരുത്തിന്റെ സൗജന്യമല്ല. മലയാളി ഇല്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന ഒരു ഗൾഫ് രാജ്യം ഉണ്ടാകാനും പോകുന്നില്ല. കഷ്ടപ്പെട്ട് മലയാളിയുടെ രക്തത്തിലും വിയർപ്പിലും ഉണ്ടായതാണ് ദുബായ് അടക്കമുള്ള നഗരങ്ങൾ. മലയാളിയുടെ വിയർപ്പും രക്തവുമാണത്. അവിടെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അല്ല സൗജന്യമായിട്ട് ഒരുത്തരും അന്ന കൂട്ടിയതൊന്നുമല്ല നമ്മളെ. അതിവിടെ ഒരുത്തരും ഫ്രീ ആയിട്ടും തന്നൊന്നുമല്ല. ഞങ്ങൾ പോയി കഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഗൾഫാക്കിയത് ഞങ്ങൾ മലയാളികളാണ്. നിങ്ങൾ കളിക്കണ്ട. എന്തോ ആയിക്കോട്ടെ. പ്രിയപ്പെട്ട സന്ദീപേട്ട, ഒരു മനുഷ്യൻ്റെ മഹത്തായ അനുഗ്രഹം എന്താണ്? ബുദ്ധിയാണ്. നമ്മൾ ഈ കാണുന്ന മുഴുവൻ സംവിധാനങ്ങളെ നമ്മൾ രൂപപ്പെടുത്തിയത് നമ്മുടെ ബുദ്ധിയും പ്രാപ്തിയും കഴിവും കൊണ്ടാണ്, അല്ലേ? ഈ ബുദ്ധി, നിങ്ങൾ സന്ദീപേട്ടൻ ഈ നാട്ടിൽ ജനിച്ചൊരു മനുഷ്യനാണല്ലോ. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാകുന്നു, +2 പാസ്സാകുന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ ഒരു GCC കൺട്രിയിലേക്ക് ഒരു വിസ ഒപ്പിച്ച് നിങ്ങൾ ആ നാട്ടിലേക്ക് പോയി ജോലി ചെയ്യുന്നു. ആ രാജ്യം നിങ്ങൾക്ക് തരുന്നത്, അവിടെ സിഗരറ്റ് വലിക്കുന്ന അറബികൾ ധാരാളമുണ്ട്. ഈ സിഗരറ്റ് വലിക്കുന്ന അറബികൾ ഒരു മാസം അതിനു വേണ്ടി ചെലവഴിക്കുന്ന പൈസ നിങ്ങൾക്ക് ശമ്പളമായിട്ട് തരികയാണ്. നിങ്ങൾ തിരിച്ചെന്താ കൊടുക്കുന്നത്? നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ആരോഗ്യം, എന്തിനേറെ നിങ്ങളുടെ ബുദ്ധി. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ഊർജം, നിങ്ങളവിടെ സമയം നിങ്ങളവിടെ ചെലവഴിക്കുമ്പം ആ രാജ്യം ഓരോ മിനിറ്റിലും വികസിക്കുകയാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് കിട്ടിയത് അറബിയുടെ സിഗരറ്റിന് പൈസയാണ്. ആ സിഗരറ്റിൻ്റെ പൈസ എന്നപ്പം നിങ്ങളവിടെ കൊടുത്തെന്താണ്? നിങ്ങളാകുന്ന ഇന്ത്യക്കാരൻ്റെ, മലയാളിയുടെ കഴിവും പ്രാപ്തിയും ഊർജവും സമയവും. ആരാണ് ബുദ്ധിമാൻ? സന്ദീപേട്ടാ, ഇനി നമുക്ക് ഓൾറെഡി മലയാളികൾക്ക് ആ രാജ്യം ആ രൂപത്തിലേക്ക് രൂപപ്പെടുത്താൻ പ്രാപ്തിയും കഴിവില്ലേ? എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്തില്ല? ഇന്ന് ഈ സമയം വരെ നമ്മൾ ചെയ്തില്ല. നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് ലോകത്തെ മലിനമായ നഗരങ്ങളിൽ ആദ്യത്തെ 10 ആദ്യത്തെ 3 എണ്ണവും നമ്മുടെ നാട്ടിലാണ്. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ശവശരീരങ്ങൾ പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന നാട് ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു കൺട്രി ഉണ്ടോ? അങ്ങനെ കൺട്രി ഉണ്ടോ? ഇത് ആരുടെ മൃതദേഹമാണ്? എന്താണ് ഇത് ഒഴിവരാനുള്ള കാരണം? എന്നതിൽ അഴുകിയ മൃതദേഹം പുഴയിലൂടെ ഒഴുകി നടക്കുന്ന ലോകത്തിലെ രാജ്യങ്ങൾ എത്ര ഉണ്ട്? എന്തിനേറെ മനുഷ്യൻ ട്രാക്കിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ നാട്ടിലെ. വേറെ എവിടെയെങ്കിലും അങ്ങനെ ട്രാക്കിൽ, റെയിൽവേ ട്രാക്കിൽ ആരെങ്കിലും കാഷ്ടിക്കുമോ? നമ്മുടെ നാട്ടിലാണ്. എന്തിനേറെ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൽ മനുഷ്യർ കിടന്നു ഉറങ്ങുന്ന എവിടെയാണ്? ഈ അറബികൾ അവരുടെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ലോഷൻ ഉണ്ടല്ലോ, ആ ലോഷൻ്റെ മണം പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ആസ്വദിക്കാൻ കഴിയാതെ മാലിന്യ കൂമ്പാരത്തിൻ്റെ ചുറ്റും വീടുണ്ടാക്കി, ടെൻ്റുണ്ടാക്കി താമസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ളവരാണ്. ആ ലക്ഷക്കണക്കിന് മനുഷ്യരെ ട്രംപ് കാണാതിരിക്കാൻ വേണ്ടി മതിൽ കെട്ടി വേർതിരിച്ച നാടേതാണ്? നമ്മുടെ നാടാണ്. അപ്പോൾ സന്ദീപേട്ട, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് പ്രാപ്തിയുണ്ട്, കഴിവുണ്ട് എന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ പ്രാപ്തിയും കഴിവും ഒക്കെ കൊണ്ട് നമുക്ക് ഈ അറബ് രാജ്യങ്ങളെ നമ്മൾ വികസിപ്പിക്കാൻ വേറെ എവിടെയെങ്കിലും പോയിക്കൂടായിരുന്നോ? അപ്പോൾ സന്ദീപേട്ട, ഈ നന്ദികെട്ട വർത്താനം നമ്മൾ പറയരുത്. നന്ദികെട്ട വർത്തമാനം നമ്മൾ പറയരുത്. നമുക്ക് കഴിവും പ്രാപ്തി, ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ. നമുക്കതിന് അവസരം തന്നു. ഏത് മനുഷ്യർ? അവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന് പറയുന്ന ആ മതക്കാർ എന്ത് ചെയ്തു? നമുക്ക് അവിടെ ജോലി തന്നു. നമ്മളെ ഉന്നത സ്ഥാനത്ത് തിരിക്കാൻ നമുക്ക് അവസരം തന്നു. അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകേണ്ട പ്രശ്നം കേൾക്കണം. മുസ്ലിം രാജ്യങ്ങളുണ്ട് കൊണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടത്. ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി? എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും? പറയണ കുട്ടികളെടുത്ത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയണം. അവരോടുള്ള ക്രേക്ക് നമ്മൾ കാണിക്കണം. 1972 കേരളം പട്ടിണി, എന്റെ വീട്ടിന്റെ അടുത്തുള്ള ചേമ്പിന്റെ ഇല മോഷ്ടിച്ച് വേവിച്ച് കഴിച്ചവരുണ്ട്. അവരെങ്ങനെ രക്ഷപ്പെട്ടു? ഗൾഫ് കൊണ്ട് മാത്രമാണ്. ഞാൻ പേര് വെച്ച മുസ്ലിം എന്ന് വെച്ചാൽ തന്നെ പറയാം, അങ്ങനെ തന്നെ പറയണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കേരളം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? മുസ്ലിം കമ്മ്യൂണിറ്റി. മറ്റുള്ളവർ അവരുടെ പിള്ളേരെ ജർമ്മനിയിലും ബാംഗ്ലൂരും അവിടെയൊക്കെ അയച്ച് പോയക്കല്ലോ ചെയ്യുന്നത്. കേരളത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുസ്ലിം നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ്. നമ്മൾ അവിടെ നെതർലൻഡ്സിൽ മറ്റടുത്ത് പോയി ഇവിടെ പോയി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ച് വരുന്നതല്ല കാര്യം. നമ്മളൊന്നും ചോദിക്കാതെ അവർ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേ മറ്റുള്ളവർ ഇവിടെയുള്ള സാധനങ്ങൾ വിറ്റിട്ട് പുറത്തു പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള ആരെയാണ് നമ്മൾ കൂടുതൽ ഗ്രേറ്റ്ഫുൾ? അവർ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും ഇവിടെ എത്ര പേർ മുസ്ലിം ഇൻവെസ്റ്റേഴ്സിന് അവാർഡ് കൊടുത്തു കൊടുക്കണം. നീ രാജഗോപാലേട്ടൻ നിങ്ങളെല്ലാം കൂടെ സുഡാപ്പിയാക്കില്ലേ ആ മനുഷ്യൻ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സന്ദീപ് വചസ്പതി, എന്ത് വേണേലും വായി വരുന്നത് പോതൊക്കെ പാട്ട് പോലെ പറയാം. കുറച്ചെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാണ്. നിങ്ങൾക്ക് ഒരു സമൂഹത്തോടുള്ള അന്ധമായ വിദ്വേഷം കൊണ്ട് വായി വരുന്നതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യാനും ഇതിൻ്റെ യാഥാർത്ഥ്യം പറയാനും ഒക്കെ അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നിഷ്കളങ്ക മനുഷ്യർ രംഗത്ത് വരുമെന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെ നമുക്ക് പോവല്ലേ?